അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ഹാജിമാർ മിനായിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ വേളയിൽ ഹാജിമാരല്ലാത്ത ആളുകൾ ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുൽഹജ്ജ് 10 മുതൽ 11, 12, 13 ദിവസം വരെ ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുവാനുള്ള സമയമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ഈ ദിനങ്ങളിൽ ചെയ്യുന്ന അറവിനാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചത് സസ്യബുക്കും മാംസബുക്കും ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിന് മാംസം അനിവാര്യമാണ്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ബലികർമ്മത്തിലൂടെ ഒരു രക്തദാഹിയായ അള്ളാഹുവിനെ അല്ല അറിയിക്കുന്നത്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. ഹജ്ജിലൂടെ അറക്കുന്ന ഹദി ആകട്ടെ, നാം നിർവഹിക്കുന്ന ഉളുഹിയ്യത്ത് കർമ്മമാകട്ടെ, അതിൻ്റെ ഒന്നും രക്തവും മാംസവുമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതിലൂടെ ഓരോരുത്തരുടെയും സൂക്ഷ്മത ബോധമാണ്. ഒരു വീട്ടിൽ വളർന്നു വരുന്ന ഒരു പശുക്കുട്ടിയെ 2 വർഷക്കാലം പോറ്റി വളർത്തി ഒരു കുടുംബത്തിലെ അംഗത്തെപ്പോലെ കണ്ടിരുന്ന അതിനെ എനിക്ക് അള്ളാഹുവാണ് വലുത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ബലിയറുക്കണമെങ്കിൽ വലിയ ഈമാൻ അനിവാര്യമാണ്. അതുകൊണ്ടാണ് വലാകിൻ യനാലുഹു തഖ്വ മിൻകും, ഇതിലൂടെ നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചര്യ പിന്തുടരേണ്ട ആളുകൾ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ ഇതിലൂടെ അയവിറക്കുകയാണ്. മാത്രമല്ല, പെരുന്നാൾ ദിനങ്ങളിൽ ദരിദ്രരായ ആളുകളാകട്ടെ അല്ലാത്തവരാകട്ടെ സന്തോഷിക്കുന്ന ആനന്ദിക്കേണ്ട സാഹചര്യവും ആണ്. ഫഅത്ഇമുൽ ബാഇസൽ ഫഖീർ, പരവശരായ ആളുകൾക്കും ദരിദ്രർക്കും നിങ്ങൾ നൽകുക എന്ന് പറയുന്നുണ്ട്. അൽ ഖാനി അവൽ മുഅത്തർ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്കും ചോദിച്ചു വരുന്ന ആളുകൾക്കുമൊക്കെ മാംസം നൽകണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനായി വഫാത്തായി പോയിട്ടും ഹജ്ജിൻ്റെ വേളയിൽ 63 ഒട്ടകങ്ങളെ സ്വന്തം കൈകൊണ്ട് അറുത്തത്. അതുകൊണ്ടാണ് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരിപ്പിച്ചത്. മൻ വജദ സഅതൻ ഫലം യുളഹി, ഉളുഹിയ്യത്ത് അറുക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അത് ഒരാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന വളരെ ഗൗരവമായ താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിൻ്റെ പല കാര്യങ്ങൾക്കും എത്രയോ പണം ചിലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒരു ആടിനെ അറക്കുക, അല്ലെങ്കിൽ മാടാണെങ്കിൽ 7 ഓഹരിയിൽ ഒരു ഓഹരി എടുക്കുക, അത് മുഖേന തനിക്കും കുടുംബത്തിനും സന്തോഷം, ദരിദ്രർക്ക് ആനന്ദം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് മുറുകെ പിടിക്കുന്നവനാണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുക, പെരുന്നാൾ ദിനത്തിൽ സന്തോഷം, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതും നിർവഹിക്കേണ്ടതുമാണ്. സമൂഹത്തിലെ വലിയ പണക്കാർ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയായി ഉളുഹിയ്യത്തിനെ നാം മനസ്സിലാക്കേണ്ടതില്ല. ലക്ഷണമൊത്ത ന്യൂനതകളില്ലാത്ത മൃഗത്തെയാണ്
ഉദുഹിയത്ത് അറുക്കേണ്ടത്. ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖ്റനൈൻ, കൊമ്പുള്ള നല്ല ഭംഗിയുള്ള 2 ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്ത് അറുത്തു എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. നമ്മളും ഈ വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിലും അടുത്ത വർഷമെങ്കിലും പ്രവാചക ചര്യ മുറുകെ പിടിച്ച് ഉദുഹിയത്ത് അറുക്കുവാൻ, അതിലൂടെ നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.